തൃശൂർ ചാലക്കുടിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ ആംബുലൻസ് അടിച്ചു തകർത്തു എന്ന പരാതി. കൂടപ്പുഴ സ്വദേശി ഷിൻഡോ സണ്ണിയാണ് ആക്രമണം നടത്തിയത്. പ്രതിയെ ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ്, എന്താണ് സംഭവിച്ചത്? പ്രവിത, ഇന്നലെ രാത്രിയാണ് സംഭവം. ഈ ഷിൻഡോയുടെ സഹോദരൻ സാൻഡോ സണ്ണിയെ ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ട് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ പരിക്ക് ഗുരുതരമായതോടുകൂടി തന്നെ ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഈ രോഗിയെ മാറ്റണമെന്ന ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഈ രോഗിയെ ഇവിടെ നിന്ന് ചാലക്കുടിയിലെ തന്നെ സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഈ താലൂക്ക് ആശുപത്രിയുടെ ആംബുലൻസ് ഈ രോഗിയെ പ്രവേശിപ്പിച്ചിരിക്കുന്ന വാർഡിന് മുന്നിലേക്ക് എത്തിച്ചു. ഈ രോഗിയെ മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മദ്യലഹരിയിലായിരുന്ന ഷിൻഡോ ഈ ആംബുലൻസ് അടിച്ചു തകർക്കുന്നത്. അതിൻ്റെ സൈഡ് വശത്തെ ഗ്ലാസ് പൂർണ്ണമായും അടിച്ചു തകർത്ത നിലയിലാണ്. പിന്നീട് ഇവർ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഷിൻഡോയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മദ്യലഹരിയിലാണ് ഈ ഷിൻഡോ ആക്രമണം നടത്തിയതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ നിലവിൽ പോലീസ് കേസെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിക്ക് ഗുരുതരമായതിനെ തുടർന്നാണ് ഈ രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. പ്രവിത, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അത് ആംബുലൻസിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ വല്ലാതെ അടിച്ചു തകർത്തിട്ടുണ്ട്. പക്ഷേ അതിനൊരു മറുവശമുണ്ട് അല്ലേ? പലപ്പോഴും നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾക്ക് അതീവ ഗുരുതരാവസ്ഥയിലൊക്കെ കൊണ്ടുചെല്ലുമ്പോൾ കൃത്യമായിട്ട് അവിടുത്തെ സംവിധാനങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ഒരു ഉത്തരവാദിത്വ ബോധമില്ലാതെ പെരുമാറിയാലൊക്കെ വല്ലാതെ ദേഷ്യമാണോ എന്താണ് അപ്പോൾ വരിക എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അക്രമങ്ങളെയൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയുമില്ല.